ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അലക്സ് ലാബ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഫിൽറ്ററാണ്. അതായത് നമ്മുടെ നിസാര ഈ ബോട്ടിൽ ഉപയോഗിച്ച് നമ്മളൊരു വാട്ടർ ഫിൽറ്റർ ഉണ്ടാക്കാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, നിങ്ങളുടെ വീട്ടിലൊക്കെ പല രീതിയിലുള്ള ഫിൽറ്റർ കാണും. ബട്ട് ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കുപ്പി ഉപയോഗിച്ച് വാട്ടർ ഫിൽറ്റർ ഉണ്ടാക്കാൻ പോകുന്നത്. ഗൈസ്, ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യാൻ കാരണം നമ്മളിപ്പം ട്രിപ്പിനൊക്കെ പോകാൻ നേരത്താണ്, കാട്ടിലൊക്കെ ട്രിപ്പിന് പോകുന്ന നേരത്തൊക്കെ ട്രാപ്പിലായി പോകുന്ന ആൾക്കാർക്കൊക്കെ ഹെൽപ്ഫുള്ളായിട്ടൊരു വീഡിയോ ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക. നമുക്ക് വീഡിയോയിലേക്ക്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ കുപ്പിയുടെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഈ വീതിയുള്ള സൈഡ് കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് ആദ്യം കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ കട്ട് പറഞ്ഞിട്ട് കട്ട് ചെയ്യാൻ പാടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ഇത് കട്ട് ചെയ്തെടുക്കണം. ഇനി ഗൈസ് നമുക്ക് ക്യാപ്പിലാണ് ബാക്കി ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിൽറ്റർ ചെയ്ത് ക്ലിയർ ആയിട്ട് വരാൻ വേണ്ടി നമുക്ക് ക്ലോത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലോത്ത് വെച്ചാൽ ഈ ഇവിടം മൂടണം. ഗൈസ്, അപ്പോൾ നമുക്ക് അത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ക്യാപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ആയിട്ട് നമുക്കൊരു വലിയൊരു ഹോൾ ഇടണം. കാരണം വാട്ടർ ഫിൽറ്റർ ചെയ്തൊരു നിദ്രമയാണ്, അതായത് നമുക്ക് ഇവിടെ ഒരു ഹോൾ ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ഹോൾ ഇട്ടിട്ട് നമുക്ക് ഈ ക്ലോത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ക്ലോത്ത് ഒന്ന് ടൈറ്റായിട്ട് വെച്ച് കൊടുത്തു. ഓക്കെ, നമുക്ക് ഇതിൻ്റെ എക്സ്റ്റൻഡ് ഭാഗത്തിന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിൽറ്ററിൻ്റെ നോസിൽ റെഡിയാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് മണ്ണാണ്. അതായത് നമ്മൾ ഫിൽറ്റർ ഉണ്ടാക്കാൻ പോകുന്നത് 4 ടൈപ്പ് മണ്ണ് ഉപയോഗിച്ചാണ്. ആദ്യം നമുക്ക് ഏറ്റവും കട്ടി കുറഞ്ഞ മണ്ണ് താഴെയായിട്ട് വരണം, പിന്നെ കുറച്ചും കൂടെ കട്ടി കൂടിയത് മേളിൽ, അങ്ങനെ വെച്ച് നമുക്ക് 4 ടൈപ്പ് മണ്ണ് വെച്ചാണ് നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് മണ്ണെടുക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ 4 കവർ എടുത്തിട്ടുണ്ട്. 4 ടൈപ്പ് മണ്ണെടുക്കാൻ വേണ്ടി 4 കവർ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ശരി, നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് മണ്ണ് കുറച്ച് ശേഖരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മണലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആദ്യം എടുത്തേക്കുന്നത് അത് ഏറ്റവും കുറഞ്ഞ പൊടി മണലാണ് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടാകുമ്പോൾ കുറച്ചും കൂടെ തരിയുള്ള മണ്ണ്. ഓക്കെ, ഇതാണ് കുറച്ചും കൂടെ തരിയുള്ളൊരു മണ്ണ് എടുത്തേക്കുന്നത്. ഏകദേശം നമുക്കിപ്പോൾ വേറെ മണ്ണ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ പാറപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പാറപ്പൊടി ആകുമ്പോൾ കുറച്ചും കൂടെ കട്ടിയുണ്ട്, അപ്പം ആ പാറപ്പൊടി എടുത്തു. ഏകദേശം നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഏറ്റവും കൂടുതൽ തരിയുള്ള മണ്ണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പം ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഗൈസ്, അപ്പോൾ ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് മണ്ണിന് എന്തോരം കട്ടി കൂടുന്നതനുസരിച്ച് നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള താമസം കൂടും. അത് കാരണം നമ്മളിപ്പോൾ ഒരു മീഡിയം ലെവൽ വെച്ച് ഇട്ട് പോകുന്നുള്ളൂ. കാരണം ഓവറായിട്ട് ഇടുന്നതനുസരിച്ച് ഫിൽറ്റർ ചെയ്യാനുള്ള താമസം കൂടും. ബട്ട് ഗൈസ്, നമ്മൾ ഓവറായിട്ട് ഇടുന്നതെന്നുണ്ടെങ്കിലും നമുക്കതിനുള്ള ഗുണം കിട്ടും. കാരണം ടൈം കൂടുന്നതനുസരിച്ച് ഫിൽറ്ററിൻ്റെ ഗുണം കൂടും. അത് കാരണം നമുക്ക് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം എടുത്തേക്കുന്നത് ഫിൽറ്റർ ചെയ്ത് അറിയാൻ വേണ്ടി ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഒരു ചില്ലിൻ്റെ ഗ്ലാസ് എടുത്തേക്കുവാണ്. ഗൈസ്, അപ്പോൾ നമുക്ക് അതിങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഗൈസ്, നമ്മൾ ആദ്യം ഈ മണ്ണാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ആദ്യത്തെ മണ്ണ് ഇത്ര ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ മണ്ണം കൂടി ഇട്ടു. രണ്ടാമത്തെ മണ്ണ് ഇട്ടപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. നമുക്ക് മൂന്നാമത്തെ ഇട്ട് കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ മണ്ണെടുത്തിരിക്കുകയാണ്.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇത് ഇത്ര മണ്ണായിട്ട് ഇരിക്കുന്നത്, ഇത് മൊത്തം ഏകദേശം ഇത്ര വന്നിട്ടുള്ളൂ. ബാക്കി നമുക്ക് വെള്ളം ഒഴിക്കാനുള്ളതാണ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇതിലൊഴിക്കാനുള്ള നമ്മൾ സാധാ വെള്ളമല്ല ഒഴിക്കുന്നത്, നമ്മൾ ചെളി വെള്ളമാണ് ഇതിലൊഴിക്കുന്നത്. കാരണം നമുക്ക് ഫിൽറ്റർ ചെയ്യുന്ന എന്തോ ഒരു ഗുണമുണ്ടെന്ന് നമുക്കറിയണം. അത് കാരണം നമ്മൾ കുറച്ച് ചെളി വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന വെള്ളം നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. നമ്മൾ ഈ വെള്ളമാണ് ഫിൽറ്റർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ അത് എന്തോ ഒരു ചെളി ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. നമ്മൾ ഇത്രയും ചെളി വെള്ളമാണ് ഇതിൽ ഫിൽറ്റർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ അത് കാണാൻ കഴിയും. ഗ്ലാസിൻ്റെ അത് ഇപ്പോൾ ഒന്നുമില്ല, നമ്മളിപ്പം ഫുള്ള് കഴുകിയെടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ്സാണ്. നമ്മളിപ്പം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഫിൽറ്റർ വെച്ച് കൊടുത്തു. ഓക്കെ ഗൈസ്, നമുക്കിനി വെള്ളം ഒഴിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ്. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തു. ഓക്കെ ഗൈസ്, നമുക്കിനി ഇതിൻ്റെ സ്റ്റിക്കർ പൊളിച്ചല്ലോ, അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാണാൻ കഴിയും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വെള്ളം പയ്യെ ഇറങ്ങി തുടങ്ങി. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ വെള്ളം പയ്യെ ചാടാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. ഓക്കെ ഗൈസ്, നിങ്ങൾക്കിപ്പോൾ ഈ വെള്ളത്തിൻ്റെ വ്യത്യാസം കാണാൻ കഴിയുന്നത്. നമുക്കിത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ വെള്ളം കൊണ്ട് വെച്ച് കൊടുക്കാം, അത് നിറയട്ടെ. ഫിൽറ്ററൊക്കെ ഏകദേശം കഴിഞ്ഞ് നമുക്ക് എടുത്ത് മാറ്റാം. ഇനി ഫിൽറ്റർ ചെയ്യാനുള്ള ഇടയില്ല ഗ്ലാസിൻ്റെ അകത്ത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ കളർ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മളപ്പം ബാക്കിയുള്ള ഇതോട്ട് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ രണ്ട് വെള്ളത്തിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാണ് ഗൈസ് നമ്മുടെ ഫിൽറ്റർ ചെയ്ത വെള്ളം, ഫിൽറ്റർ ചെയ്യാത്ത വെള്ളം. ഗൈസ്, അപ്പോൾ ഇതിന് ഇത്രയും കളർ വരാൻ കാരണം നമുക്ക് ആദ്യത്തെ ഫിൽറ്റർ ആയതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ആദ്യം ഫിൽറ്റർ ചെയ്യുമ്പോൾ മണ്ണിൻ്റെയും കൂടെ ഒരു ചെറിയ എഫക്റ്റ് വരുന്നതുകൊണ്ടാണ്. ഓക്കെ ഗൈസ്, ഞാൻ ഈ വെള്ളം കുടിച്ച് കാണിക്കാം. ബട്ട് അതിന് മുന്നേ നമുക്കിത് ഇപ്പോഴും ഇത് സാധാ ആയിട്ട് ഫിൽറ്റർ ചെയ്ത കാരണം നമുക്ക് ഇത് കുറച്ചും കൂടെ പരിപാടി. നമുക്ക് ഈ വെള്ളം തിളപ്പിച്ചിട്ട് ഇത് യൂസ് ചെയ്യാവുള്ളൂ. ഓക്കെ ഗൈസ്, ഞാൻ ഈ വെള്ളം തിളപ്പിച്ചിട്ട് ഇത് കുടിച്ച് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളം. നമ്മൾ ഇങ്ങനെ ചൂടാക്കിയൊക്കെ എടുത്ത് ഇനി ഞാനത് കുടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുതരാം. ഓക്കെ, കുടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ബട്ട് ഗൈസ്, കുടിക്കുന്നതിന് കുഴപ്പമില്ല, ഈ കളർ വ്യത്യാസം ചെറുതുണ്ടെന്നുള്ളൂ. ബട്ട് ഗൈസ്, കുടിക്കുന്നതിന് ഒരു കുഴപ്പമില്ലാത്ത വെള്ളമാണ്. നിങ്ങളിതിപ്പം ആദ്യത്തെ ഫിൽറ്ററൈസേഷൻ ആണ്, 1-2 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള വെള്ളം കിട്ടും. ഗൈസ്, നമ്മളപ്പം അത് മാത്രമല്ല മണ്ണിട്ടപ്പോൾ കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ കുറച്ചും കൂടെ കൂട്ടിയിടുവാണെങ്കിൽ നമുക്ക് ഈ കളറൊക്കെ മാറി കിട്ടും. ഗൈസ്, എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പറാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് വ്യത്യാസമാണ്. കാരണം ഗൈസ്, ഇങ്ങനെ ഇരുന്നൊരു വെള്ളം ഈ രീതിയിലേക്ക് ആക്കിയെടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കണം. ഗൈസ്, അപ്പോൾ നമ്മൾ എങ്ങനത്തെ രീതിയിലുള്ള മണ്ണ് യൂസ് ചെയ്യുന്നത് അതനുസരിച്ചാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. ഗൈസ്, ഞാനിപ്പോൾ പെട്ടെന്നൊരു സംഘടിപ്പിച്ചെടുത്തുകൊണ്ടാണ്. നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഗൈസ് 2-3 പ്രാവശ്യമൊക്കെ ഫിൽറ്റർ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള കളർ കിട്ടും. ഗൈസ്, ഇപ്പോൾ ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്, എങ്കിലും കുടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്കിപ്പം എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക. ഓക്കെ ഗൈസ്, അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ബൈ.